നിങ്ങൾ അയച്ചു തന്ന ഈയൊരു വിശകലനം വായിച്ചപ്പോ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അല്ലേ? അതെ. ഖുറാനിലെ ഫിറൗന്റെ കഥ, പിന്നെ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ, ഇവ തമ്മിൽ എന്താ ബന്ധം? ഒറ്റനോട്ടത്തിലൊരു ബന്ധവും തോന്നില്ല. പക്ഷേ അതിന്റെ ഒരു അടിസ്ഥാന യുക്തിയുണ്ടല്ലോ, അധികാരത്തിന്റെ. അതെ അതെ. അതായത് പുരാതന ഈജിപ്തിലെ ഒരു കൊട്ടാരത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെയെല്ലാം ഫോൺ സ്ക്രീനുകളിലെത്തുന്ന ഒരു അധികാര യുക്തി. അപ്പോ ഈ ഫിറൗനിന്റെ യുക്തി എന്ന് ലേഖനം പറയുന്ന ഒരു ചിന്താരീതി, അതെങ്ങനെയാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് കണ്ടെത്തലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം. ശരിയാണ്. ഫിറൗൺ എന്നത് ഒരു വ്യക്തി മാത്രമല്ല, എതിർ ശബ്ദങ്ങളെ ഭയക്കുന്ന ഏതൊരു അധികാരത്തിന്റെയും പ്രതീകമാണെന്നാണ് ഈ വിശകലനം പറയുന്നത്. നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. തീർച്ചയായും. ഇതിലെ ഏറ്റവും ഒരു ആകർഷകമായ കാര്യവും അതുതന്നെയാണ്. കാലം മാറും, സാങ്കേതിക വിദ്യ മാറും, ഭരണാധികാരികൾ മാറും. അതെ. പക്ഷേ അധികാരത്തിന്റെ ആ അടിസ്ഥാന യുക്തി, അതിന് വലിയ മാറ്റം വരുന്നില്ല. ഒരു വാളുകൊണ്ട് നിയന്ത്രിക്കുന്നതും ഒരു അൽഗോരിതം കൊണ്ട് നിയന്ത്രിക്കുന്നതും തമ്മിൽ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലെ ആ ഒരു ചിന്ത, അതിനൊരു തുടർച്ചയുണ്ടെന്ന് ഈ ലേഖനം സമർത്ഥിക്കുന്നുണ്ട്. ഒരു 6 പ്രധാന ആശയങ്ങളിലൂടെയാണ് ലേഖകൻ ഈ സാമ്യം വരച്ചു കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതിലെ ആദ്യത്തെ ആശയത്തിലേക്ക് കടക്കാം. സംഭാഷണത്തെ നിയന്ത്രിക്കുന്നത് യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണെന്ന് ഫിറൗന്റെ ഒരു കണ്ടെത്തൽ. അതെ. ഖുറാനിലെ ഒരു ഭാഗം ലേഖകൻ ഉദ്ധരിക്കുന്നുണ്ട്. ഫിറൗൻ പറയുന്നത് ഇങ്ങനെയാണ്: മൂസയെ കൊല്ലാൻ എന്നെ വിടൂ, അവൻ നിങ്ങളുടെ മതം മാറ്റുകയോ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ മൂസയുടെ വാക്കുകളെ ഒരു ആശയമായല്ല ഫിറൗൺ കാണുന്നതല്ലേ? അല്ല, അതൊരു സാമൂഹിക വിപത്തായാണ് അവതരിപ്പിക്കുന്നത്. അതാണതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. ശരിയാണ്. ഒരു സംഭാഷണം അത് വെറുമൊരു അഭിപ്രായമല്ല, സമൂഹത്തിൽ കുഴപ്പം അഥവാ ഡിസോർഡർ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുന്നത് ന്യായീകരിക്കാൻ എളുപ്പമാകും. അതെ. അതൊരു സ്വേച്ഛാധിപത്യ നടപടിയല്ല, മറിച്ച് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണെന്ന് വാദിക്കാൻ പറ്റും. ഇതേ യുക്തിയാണ് ഇന്നത്തെ അൽഗോരിതങ്ങൾ വളരെ നിശബ്ദമായി പ്രയോഗിക്കുന്നത്. അപ്പോ അൽഗോരിതങ്ങൾ ആരെയും കൊല്ലുന്നില്ല? ഇല്ല, കൊല്ലുന്നില്ല. പക്ഷേ അവയ്ക്ക് അതിൻ്റേതായ ആയുധങ്ങളുണ്ട്. അതിങ്ങനെയാണ് പ്രായോഗികമായി നടക്കുന്നത്. കാരണം അൽഗോരിതം എന്നത് ഒരു കോഡല്ലേ, അതിന് എങ്ങനെ ഫിറൗണിനെ പോലെ ചിന്തിക്കാൻ പറ്റും? നല്ല ചോദ്യമാണ്. അൽഗോരിതത്തിന് സ്വന്തമായി ചിന്തയില്ല, പക്ഷേ അതിനെ രൂപകൽപ്പന ചെയ്തവരുടെ യുക്തി അതിൽ കാണും. അവ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ. ചില പോസ്റ്റുകളുടെ പ്രാധാന്യം കുറയ്ക്കും. അതിനെയാണ് ഡീറാങ്കിംഗ് എന്ന് പറയുന്നത്. അതായത് പോസ്റ്റ് അവിടെ തന്നെ കാണും, പക്ഷെ ആരും കാണില്ല. അതെ. ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ ഫീഡിന്റെ ഏറ്റവും താഴേക്ക് തള്ളിയിടും. അതിലും സൂക്ഷ്മമായ ഒന്നാണ് ഷാഡോ ബാനിംഗ്. നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്കൊഴികെ മറ്റാർക്കും കാണാൻ പറ്റില്ല, പക്ഷേ സിസ്റ്റം നിങ്ങളെ അത് അറിയിക്കുക പോലുമില്ല. അപ്പൊ നമ്മളൊരു പോസ്റ്റിന് ലൈക്ക് കുറവാണെന്ന് കരുതുമ്പോ ഒരുപക്ഷെ അതാരും കാണാത്തതുകൊണ്ടാവാം അല്ലേ? സാധ്യതയുണ്ട്. ഇത് കൂടാതെ തെറ്റായ വിവരം അഥവാ മിസ്ഇൻഫർമേഷൻ എന്ന് ലേബൽ ചെയ്യും. അല്ലെങ്കിൽ ഹാനികരം, ഹാംഫുൾ എന്നൊക്കെ പറയും. ചിലപ്പോൾ ആരും അറിയാതെ തന്നെ പോസ്റ്റുകൾ നീക്കം ചെയ്യും. ഓട്ടോ റിമൂവ്. കറക്റ്റ്. ഇവയുടെ എല്ലാം ലക്ഷ്യം ഒന്നുതന്നെയാണ്. ഫിറൗൺ എന്താണോ ആഗ്രഹിച്ചത് അതുതന്നെ. എന്ത് കാണണം, എന്ത് വിശ്വസിക്കണം, എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് നിയന്ത്രിക്കുക. ഇവിടെ സത്യമാണോ അല്ലയോ എന്ന ചർച്ചയല്ല നടക്കുന്നത്. അല്ല, വിവരങ്ങളെ മാനേജ് ചെയ്യുകയാണ്. ഞാൻ പോകുന്നില്ല. ഇല്ല. പകരം ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ചർച്ചയുടെ ദിശ മാറ്റുകയാണ്. തെളിവുകൾക്ക് പകരം ഭയത്തെ ഒരു പ്രധാന ആയുധമാക്കുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതൊരു അതിബുദ്ധിപരമായ തന്ത്രമാണ്. ഒരു വിഷയം വരുമ്പോ ഇത് ശരിയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇത് അപകടകരമാണോ എന്നതിലേക്ക് മാറ്റുന്നു. അതെ. സത്യത്തെ വിലയിരുത്തുന്നതിന് പകരം അതുണ്ടാക്കിയേക്കാവുന്ന അപകട സാധ്യതയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു. ഇന്നത്തെ ഓൺലൈൻ ലോകത്തെ നിയന്ത്രിക്കുന്നതും ഇതേ യുക്തിയാണെന്ന് തോന്നുന്നു. പൊതുസുരക്ഷ, സാമൂഹിക ഭദ്രത, വിദ്വേഷപ്രസംഗം തടയൽ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ? തീർച്ചയായും. പക്ഷെ ഒരു സംശയം, ചില ഉള്ളടക്കങ്ങൾ ശരിക്കും ഹാനികരമല്ലേ? ഉദാഹരണത്തിന് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആരോഗ്യത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നതോ ആയ കാര്യങ്ങൾ. അതൊക്കെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അതിന് ഫിറൗനിന്റെ യുക്തി എന്ന് വിളിക്കുന്നത് കുറച്ച് കടന്നുകൈയല്ലേ? തീർച്ചയായും. അവിടെയാണ് അതിന്റെ ഒരു സങ്കീർണത. ചില കാര്യങ്ങൾ തീർച്ചയായും നിയന്ത്രിക്കേണ്ടതുണ്ട്, അതിൽ സംശയമില്ല. പിന്നെന്താണ് പ്രശ്നം? പ്രശ്നം അതല്ല,
എന്താണ് ഹാനികരമെന്ന് ആരാണ് തീരുമാനിക്കുന്നത് എന്നതാണ് ചോദ്യം. ആ ഓക്കെ. ആ അധികാരം പൂർണ്ണമായും ഒരു അൽഗോരിതത്തിനോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഒരു കമ്പനിക്കോ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ശരിയാണ്. സത്യത്തിന് അവിടെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. സിസ്റ്റത്തിന്റെ സ്ഥിരതയാണ് പ്രധാനം. അധികാരം അത് ഫിറൗനിന്റെ രൂപത്തിലായാലും അൽഗോരിതത്തിന്റെ രൂപത്തിലായാലും തങ്ങൾക്ക് ഭീഷണിയാണെന്ന് തോന്നുന്ന എന്തിനേയും ഹാനികരമെന്ന് നിർവചിക്കാൻ തുടങ്ങും. അവിടെയാണ് അപകടം. അപ്പൊ ആദ്യം സംസാരത്തെ ഒരു അപകടമായി ചിത്രീകരിച്ചു, പിന്നീട് സത്യത്തേക്കാൾ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി. ഇതിന്റെ അടുത്ത പടിയാണോ ഈ പറയുന്ന മാർഗനിർദ്ദേശ കുത്തക? അതെ, മോണോപോളി ഓവർ ഗൈഡൻസ്. കാരണം ഫിറൗൺ ഭയക്കുന്നത് ജനങ്ങൾ മൂസയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുമോ എന്നാണ്. വേറൊരു വഴികാട്ടി ഉണ്ടാകുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. കൃത്യമായി. നിങ്ങൾ ആ ബന്ധം ശരിയായി മനസ്സിലാക്കി. മറ്റൊരാൾ മാർഗനിർദ്ദേശം നൽകുമ്പോൾ സ്വന്തം അധികാരം ചോദ്യം ചെയ്യപ്പെടും. ഇന്നത്തെ അൽഗോരിതം സംവിധാനങ്ങൾ വളരെ ഭംഗിയായി ഇതേ കാര്യം ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ഏതാണ് ആധികാരികമായ ഉറവിടം, അതായത് ഓതോറിറ്റേറ്റീവ് സോഴ്സ് എന്നവർ തീരുമാനിക്കുന്നു. ചില മാധ്യമങ്ങളെയും വ്യക്തികളെയും വിശ്വസനീയർ എന്ന നിലയിൽ ഉയർത്തിക്കാട്ടുന്നു. അതേസമയം മുഖ്യധാരയിലില്ലാത്ത സ്ഥിരീകരിക്കാത്ത ശബ്ദങ്ങളെ, അൺവെരിഫൈഡ് വോയിസസിനെ അടിച്ചമർത്തുന്നു. അതിനർത്ഥം അൽഗോരിതം എനിക്ക് വേണ്ടി ചിന്തിക്കുകയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് തിരയേണ്ട, ഇതാണ് ശരിയായ വിവരം, ഇത് വിശ്വസിച്ചാ മതി എന്ന് പറയുന്നത് പോലെ. അതെ, ഒരു മാർഗനിർദ്ദേശ കുത്തക, ഗൈഡൻസ് മോണോപ്പൊളി സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷെ അത് അവർ അംഗീകരിച്ച അതിരുകൾക്കുള്ളിൽ മാത്രമായിരിക്കും. നമ്മുടെ ചിന്തയുടെ ലോകം അവർ ക്യൂറേറ്റ് ചെയ്യുകയാണ്. അതെ, അതൊരു സ്വതന്ത്രമായ അന്വേഷണമല്ല. ഖുർആൻ ഇതിനെ താഗൂത്ത് എന്ന വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ദൈവം നൽകിയ പരിധികൾ ലംഘിക്കുന്ന ഏതൊരധികാരവും. ഇവിടെ വിവരങ്ങൾ നൽകുക എന്നതിനപ്പുറം ചിന്തയെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അധികാരം അതിന്റെ പരിധി ലംഘിക്കുകയാണ്. ഈ വിശകലനത്തിലെ അടുത്ത പോയിന്റാണ് എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയത്. ദോഷം സംഭവിക്കുന്നതിനു മുൻപേ നിശബ്ദമാക്കുക എന്ന ആശയം. ഫിറൗൻ മൂസയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഒരു കുഴപ്പം ചെയ്തതുകൊണ്ടല്ല, ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന കാരണം പറഞ്ഞാണ്. ഇത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. ഇതിന്റെ ആധുനിക രൂപം അതിലും ഭയാനകമാണ്. അതിനെയാണ് ലേഖകൻ പ്രവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണം, അതായത് പ്രിഡിക്റ്റീവ് മോഡറേഷൻ എന്ന് വിളിക്കുന്നത്. പ്രിഡിക്റ്റീവ് മോഡറേഷൻ. ഒരു കുറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി നടപടിയെടുക്കുക. ഇതിനെ പ്രോബബിലിസ്റ്റിക് ഗിൽറ്റ് അഥവാ സാധ്യതയുടെ അടിസ്ഥാനത്തിലുള്ള കുറ്റം എന്ന് പറയാം. അതൊന്ന് വിശദീകരിക്കാമോ? ഒരു ഉദാഹരണം പറയാൻ കഴിയുമോ? തീർച്ചയായും. ഇപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന പോസ്റ്റുകൾ, നിങ്ങൾ അംഗമായ ഗ്രൂപ്പുകൾ, നമ്മുടെ ഡേറ്റ. അതെ, നിങ്ങളുടെ ഡേറ്റ. ഇതെല്ലാം വിശകലനം ചെയ്ത് നിങ്ങൾ ഭാവിയിലൊരു പ്രശ്നക്കാരനാകാൻ ഒരു 75% സാധ്യതയുണ്ടെന്ന് ഒരു അൽഗോരിതം തീരുമാനിക്കുന്നു എന്ന് കരുതുക. ഓക്കേ. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിന്മേൽ നിയന്ത്രണങ്ങൾ വരുന്നു. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു. അതെ, ഇത് നിരപരാധിത്വം തെളിയിക്കപ്പെടും വരെ കുറ്റവാളി എന്നതിനേക്കാൾ ഭീകരമാണ്. അപകടകാരിയാകാൻ സാധ്യതയുണ്ടെന്ന് തെളിയും വരെ സംശയത്തിന്റെ നിഴലിൽ എന്നതാണ് പുതിയ നിയമം. ഇത് നീതി എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുമല്ലോ. തീർച്ചയായും. ധാർമ്മികമായ ഉത്തരവാദിത്വം, നീതിയുക്തമായ നടപടിക്രമങ്ങൾ, അങ്ങനെയുള്ള അടിസ്ഥാന ആശയങ്ങളെ തന്നെ ഇത് ഇല്ലാതാക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സംസാരത്തെ നിയന്ത്രിക്കുക, റിസ്കിന് പ്രാധാന്യം നൽകുക, മുൻകൂട്ടി ശിക്ഷിക്കുക, ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം സിസ്റ്റത്തിന്റെ ക്രമം നിലനിർത്തുക എന്നാണോ? അതാണോ 5ാമത്തെ പോയിന്റ്? ക്രമവും സത്യവും ഒന്നാണെന്ന് തെറ്റിദ്ധാരണ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫിറൗനിന്റെ ലോകത്ത് ക്രമം എന്നാൽ സത്യം, സ്ഥിരത എന്നാൽ നന്മ, അധികാരം എന്നാൽ നിയമസാധുത. ഈ ചിന്തയുടെ തനിപ്പകർപ്പാണ് നമ്മൾ ഡിജിറ്റൽ ലോകത്തും കാണുന്നത്. അൽഗോരിതങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് സത്യത്തിനു വേണ്ടിയല്ല, അതാരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ എന്തിനു വേണ്ടിയാണ്? അവയുടെ ലക്ഷ്യം ആളുകളെ കൂടുതൽ നേരം പ്ലാറ്റ്ഫോമിൽ പിടിച്ചിരുത്തുന്ന എൻഗേജ്മെന്റ്, സിസ്റ്റത്തിന് എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയുന്ന പ്രവചനാത്മകത, പ്രിഡിക്റ്റബിലിറ്റി, വലിയ കോളിളക്കങ്ങളില്ലാത്ത കുറഞ്ഞ അസ്ഥിരത, ലോ വോളറ്റിലിറ്റി എന്നിവയാണ്. അപ്പോൾ 1 ദശലക്ഷം ആളുകൾക്കിഷ്ടപ്പെടുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു നുണയ്ക്ക് 1000 പേരെ മാത്രം അസ്വസ്ഥരാക്കുന്ന ഒരു സത്യത്തേക്കാൾ വിലയുണ്ടെന്നു വരുമോ? സിസ്റ്റത്തിന്റെ കാഴ്ചപ്പാടിൽ അതെ. അതെന്തുകൊണ്ടാണ്? കാരണം
ആ നുണ കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കുന്നു, സിസ്റ്റത്തിന് സ്ഥിരത നൽകുന്നു. അസ്വസ്ഥതയുണ്ടാക്കുന്ന സത്യങ്ങൾ അസ്ഥിരത സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അവ അപ്രത്യക്ഷമാകുന്നു. ഫലത്തിൽ യാഥാർത്ഥ്യത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മിനുക്കിയെടുത്തു തരികയാണ്. അതെ, ഒരു ഡിജിറ്റൽ മിഥ്യാലോകം സൃഷ്ടിക്കപ്പെടുന്നു. സത്യമില്ലാത്ത ഈ ക്രമം യഥാർത്ഥ മാർഗനിർദ്ദേശമല്ല, അതൊരു വഞ്ചനയാണെന്ന് ഖുർആൻ ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയും കേൾക്കുമ്പോൾ ഇതൊരു തരം ഒരു അടഞ്ഞ അധ്യായം പോലെ തോന്നുന്നു. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലേ? ഉണ്ട്. ലേഖനം അവസാനിക്കുന്നത് ഒരു പ്രതീക്ഷയോടെയാണ്. ഫിറൗനിന്റെ കൊട്ടാരത്തിലെ ഒരു വിശ്വാസിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്. അതാണ് ആറാമത്തെയും അവസാനത്തെയും ആശയം. അതെ, ആ ഭാഗമാണ് ഈ വിശകലനത്തിന്റെ കാതൽ. ആ വിശ്വാസി പറയുന്നൊരു വാചകമുണ്ട്: അവൻ കള്ളം പറയുന്നവനാണെങ്കിൽ അതിന്റെ പാപം അവന് തന്നെയാണ്. അവൻ സത്യമാണ് പറയുന്നതെങ്കിൽ അവൻ വാഗ്ദാനം ചെയ്യുന്ന ചില വിപത്തുകൾ നിങ്ങളെ ബാധിക്കും. ഇതിൽ വളരെ ശക്തമായൊരു അധികാരവിരുദ്ധ തത്വം, അതായത് ആന്റി ഓതോറിറ്റേറിയൻ പ്രിൻസിപ്പിൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഒറ്റ വായനയിൽ അതൊരു സാധാരണ വാക്യം പോലെ തോന്നാമല്ലോ. അതിന്റെ അർത്ഥമിതാണ്: ഒന്നാമതായി, സത്യത്തിന് നിലനിൽക്കാൻ അധികാരത്തിന്റെ സംരക്ഷണം ആവശ്യമില്ല, അത് സ്വയം നിലനിൽക്കും. ഓക്കേ. രണ്ടാമതായി, നുണയെ പേടിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ല, കാരണം നുണയ്ക്കധികം ആയുസ്സില്ല, അത് തനിയെ ഇല്ലാതായിക്കൊള്ളും. ശരിയാണ്. മൂന്നാമതായി, ഇതാണ് ഏറ്റവും പ്രധാനം: അധികാരം സംസാരത്തെ ഭയക്കരുത്. ഒരാശയം തെറ്റാണെങ്കിൽ അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ തുറന്ന സംവാദത്തിൽ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ് എന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ അൽഗോരിതം ഏകാധിപത്യത്തിനൊരു ഖുറാനിക ബദൽ എങ്ങനെയായിരിക്കുമെന്ന് ലേഖകൻ ഒരു രൂപരേഖ നൽകുന്നുണ്ട്. അതെന്തൊക്കെയാണ്? സുതാര്യമായ മോഡറേഷൻ, തീരുമാനങ്ങൾക്ക് പിന്നിൽ മനുഷ്യന്റെ ഉത്തരവാദിത്വം, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ, ഏറ്റവും കുറഞ്ഞ അടിച്ചമർത്തൽ, പിന്നെ വ്യക്തമായ ധാർമ്മിക അതിരുകൾ. അപ്പോൾ ഈ വിശകലനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു അന്തിമ നിരീക്ഷണത്തിലേക്കാണ്. ഈ ഫിറൗണിന്റെ യുക്തി എന്നത് പുരാതന കാലത്തെ രാജാക്കന്മാരെക്കുറിച്ചോ ഏകാധിപതികളെക്കുറിച്ചോ മാത്രമല്ല, അല്ല, മറിച്ച് തങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ഏതൊരു സിസ്റ്റത്തെക്കുറിച്ചുമാണ്, അല്ലേ? കൃത്യമായി. എപ്പോഴാണോ ഒരു അൽഗോരിതം നമ്മൾ എന്ത് കാണണം, എന്ത് വിശ്വസിക്കണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങുന്നത്? വ്യതിചലനങ്ങളെ മുൻകൂട്ടി നിശബ്ദമാക്കുന്നത്, അടിച്ചമർത്തലിനെ സംരക്ഷണമെന്ന് ന്യാളീകരിക്കുന്നത്, സത്യത്തിനു പകരം സുരക്ഷയെ ഏറ്റവും വലിയ മൂല്യമായി സ്ഥാപിക്കുന്നത്. അപ്പോൾ അവ കേവലം നിഷ്പക്ഷമായ ഉപകരണങ്ങൾ അല്ലാതായി മാറുന്നു. അവ ഫിറൗണിന്റെ അധികാരഘടനകളായി, ഫാറോണിക് സ്ട്രക്ചേഴ്സായി മാറുന്നു. എന്താണ് യാഥാർത്ഥ്യമെന്ന് ചിന്തിക്കാൻ പോലും ആളുകളെ അനുവദിക്കാത്തതാണ് ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യം എന്ന ഖുർആനിന്റെ മുന്നറിയിപ്പ് എക്കാലത്തും പ്രസക്തമാണെന്ന് പറഞ്ഞാണ് ഈ വിശകലനം അവസാനിക്കുന്നത്. അതെ, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ. ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു ചർച്ച. ഫിറൗണിന്റെ അധികാരയുക്തിയും ഇന്നത്തെ അൽഗോരിതങ്ങളുടെ പ്രവർത്തന രീതിയും തമ്മിലുള്ള അമ്പരപ്പിക്കുന്ന സാമ്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിച്ചത്. സംഭാഷണത്തെ നിയന്ത്രിക്കുന്നതു മുതൽ സത്യത്തെക്കാൾ സ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുന്നതും ഭാവിയിൽ കുറ്റം ചെയ്തേക്കാമെന്ന സാധ്യതയുടെ പേരിൽ നടപടിയെടുക്കുന്നതും വരെയുള്ള കാര്യങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തിന്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശകലനമാണിത്. സാങ്കേതികവിദ്യ നിഷ്പക്ഷമാണ് എന്ന വാദം എത്രത്തോളം പൊള്ളയാണെന്നും അതിന്റെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന യുക്തിക്ക് പുരാതനമായ അധികാരഘടനകളുമായി എത്രത്തോളം ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത ബാക്കി വയ്ക്കുന്നു. ഈ വിശകലനം സംസാരിച്ചത് വലിയ സിസ്റ്റങ്ങളെക്കുറിച്ചാണ്. ഭരണകൂടങ്ങൾ, കോർപ്പറേഷനുകൾ, അൽഗോരിതങ്ങൾ. അതെ. എന്നാൽ ഈ ഫിറൗനിന്റെ യുക്തി, അതായത് എതിരഭിപ്രായങ്ങളെ ഭയക്കുന്ന, നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന, സ്വന്തം വ്യാഖ്യാനം മാത്രം ശരിയെന്ന് കരുതുന്ന സ്വഭാവം നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ സൗഹൃദങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, നമ്മൾ നടത്തുന്ന ചെറിയ സംഭാഷണങ്ങളിൽ പോലും എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? ശരിയാണ്. നമ്മളോരോരുത്തരുടെയും ഉള്ളിലും ഒരു ചെറിയ ഫിറോൺ ഒളിഞ്ഞിരിപ്പുണ്ടോ? അതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണല്ലേ?